ഈ വണ്ടി വരുന്നത് ഹുണ്ടായിൻ്റെ i10 നിയോസാണ് വരുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു ഈസ്റ്റ് കേരള. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള 2 വർഷമായിട്ട് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോട് ഈ വാഹനത്തിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചു നോക്കാം. 2 വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് എങ്ങനെയുണ്ട് ഈ വാഹനം ഉപയോഗിക്കുമ്പോൾ, ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ അതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങളൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞ വ്യക്തി ഇദ്ദേഹമാണ് 2 വർഷമായിട്ട് ഈ വാഹനം ഉപയോഗിക്കുന്ന ആൾ. അപ്പം എൻ്റെ ഒരു പഴയ സുഹൃത്തു കൂടിയാണ് നമ്മുടെ നാട്ടിലുണ്ടായ. അപ്പം അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാനൊന്ന് റിവ്യൂ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അദ്ദേഹം ഓക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതാണ്. അതൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തോളൂ. എൻ്റെ പേര് ബിജോ. ഞാൻ ഇപ്പം കാഞ്ഞങ്ങാടാണ് താമസം. ഒരുപാട് വർഷം ഞാൻ ഈ ബിരിക്കുളം പുലിയംകുളം താമസിച്ച ഒരാളാണ്. ഇപ്പം നിലവിൽ ഞാനിപ്പോൾ സ്കൂളിൽ ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ട ഷമീം എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഷമീം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായി ഞാൻ റെഡിയാണ് ഇവിടെ. ഞാനിപ്പോൾ വണ്ടി നിയോസ് എടുത്തിട്ട് ഇപ്പോൾ 2ാമത്തെ വർഷം ആവുന്നു. ഓഗസ്റ്റ് 2 വർഷമായി. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വണ്ടി മുമ്പോട്ട് പോകുന്നു. എന്നാലും നമുക്ക് ആദ്യം ഒരു പോസിറ്റീവ് വശങ്ങളൊക്കെ ഇതിൻ്റെ പറയാം. തീർച്ചയായും. അപ്പോൾ ഇത് ഏത് വേരിയൻ്റ് ആണ് വരുന്നത് ഈ ഒരു വാഹനം? ഇതിപ്പോൾ ഞാൻ മിഡിൽ വേരിയൻ്റ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 2 വർഷമായി. നമുക്കറിയാം ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വണ്ടി ഭയങ്കര സ്മൂത്ത്നെസ് ആണ്. വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി സ്റ്റിയറിംഗ് ഭയങ്കര സ്മൂത്ത്നെസ് ആണ്. പിന്നെ നല്ല കംഫർട്ടബിളാണ്. ഡ്രൈവിംഗ് നല്ല കംഫർട്ടബിളാണ്. നമുക്കിപ്പം പിന്നെ അകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സ്പേഷ്യസ് കൂടുതലാണ്. ഇപ്പം ഒരു 5 പേർക്കൊക്കെ സുഖമായി യാത്ര ചെയ്യാൻ. കാണുമ്പോൾ ചെറിയ വണ്ടിയാണെങ്കിലും ഇതിനകത്ത് ഭയങ്കര സ്പേഷ്യസ് ആണ്. പുറകിലാണെങ്കിലും നമുക്ക് ഒരുപാട് വിസ്തീർണ്ണമുണ്ട്. സ്ഥലം സ്പേഷ്യസ് ആണ്. കാലൊക്കെ വെക്കാനും കൺജസ്റ്റഡ് അല്ല, സ്പേഷ്യസ് ആയിട്ട്. പിന്നെ ഡിക്കി ആയിരിക്കും നല്ല സ്പേസ് ആണ്. നമുക്ക് ലഗേജ് വെക്കാൻ നല്ല സ്പേസ് ആണ്. നിങ്ങൾ എത്ര പേര് ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്തു? ഞങ്ങൾ 5-6 പേരൊക്കെ വളരെ സുഖമായിട്ട്, മക്കളടക്കം 6 പേരൊക്കെ സുഖമായിട്ട് വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ദൂരയാത്ര ആയാലും വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എത്ര ലോങ് എവിടെ? ഞാൻ ലോങ് പിന്നെ മൈസൂർ പോയിട്ടുണ്ട്. അതുപോലെ പിന്നെ കോട്ടയം, ട്രിവാൻഡ്രത്തൊക്കെ ഞാൻ ഈ വണ്ടി ട്രിവാൻഡ്രം പോയിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിന് ഏകദേശം എത്ര രൂപ കൊടുത്തു? ഞാൻ എടുക്കുന്ന സമയത്ത് ഏതാണ്ട് 9 ലക്ഷം സംതിങ് രൂപ എനിക്ക് ചിലവായിട്ടുണ്ട് ഇതിനകത്ത് മിഡിൽ ഓപ്ഷനിൽ. പക്ഷേ വളരെ പൈസക്കുള്ള ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. EMI ആയിട്ട് എടുത്തിട്ട് അത് അടച്ചു വരുമ്പോൾ അതിലും കൂടുതലാവും. ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ ഈ വാഹനം എടുക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും വാഹനം നോക്കിയിരുന്നോ? അല്ല, എൻ്റെ അടുത്ത് ആക്ച്വലി ഞാൻ ഇതിന്റെ പിന്നെ എക്സ്റ്റർ ഇറങ്ങിയിരുന്നല്ലോ. എക്സ്റ്റർ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം വണ്ടിയിൽ ഇതൊക്കെ പോയത്. അപ്പോൾ ആ സമയത്ത് വണ്ടി ഏകദേശം ബുക്ക് ചെയ്ത് 9 മാസം വണ്ടി ടൈം പീരീഡ് ഉണ്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ വണ്ടി അവിടെ ഓൾറെഡി സ്റ്റോക്ക് വണ്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു, വണ്ടി ഇഷ്ടപ്പെട്ടു, അപ്പൊ തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ വളരെ പെട്ടെന്ന്. പിന്നെ വേറെ ബ്രാൻഡിന്റെ വണ്ടി അങ്ങനെ ഞാൻ വേറെ നോക്കിയില്ല, ഡയറക്റ്റ് തന്നെയായിരുന്നു നോക്കിയത്. ഹുണ്ടായുടെ വണ്ടി തന്നെ നോക്കി. വേറെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ലെ യൂട്യൂബിൽ ഇതിന്റെ പിന്നെ i10 എൻ്റെ ഒരു ഫ്രണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി. i10 ഉപയോഗിച്ചു. അപ്പൊ നല്ല ഹുണ്ടായുടെ വണ്ടി തന്നെ. നല്ല ഡ്രൈവിംഗ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. സ്റ്റാരിംഗ് എല്ലാം നല്ല ഭയങ്കര ഫ്രീ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് യാത്ര ചെയ്യാൻ. അതുപോലെ തന്നെ ഹുണ്ടായിന്റെ സർവീസും വളരെ ഗംഭീരമായ ഒരു സർവീസ്. ഇപ്പം നമ്മൾ എപ്പോഴാണെങ്കിലും ഫോൺ വിളിക്കുകയും കാര്യങ്ങളും ഇപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാലും സർവീസൊക്കെ വളരെ നല്ലതാണ്. ഇപ്പം ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ഇപ്പോൾ ഞാൻ ഏതാണ്ട് 20, ഞാൻ വളരെ കുറവ്, ഒരു 25 സംതിങ് ആയിട്ടുള്ളൂ. ഈ 2 വർഷമായിട്ട് നമുക്ക് വേണം കുറച്ച് ഡ്രൈവ് പോവാം, എന്നിട്ട് ഡ്രൈവ് പോയിട്ട് സംസാരിക്കാം. നമ്മളിപ്പോ ഒരു ഡ്രൈവ് പോവാന്ന്, അപ്പൊ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ചോദിക്കാം. എന്തൊക്കെ വേറെ കൂടുതലായിട്ട് എന്തൊക്കെയാണ്? എയർ ബാഗ് എത്ര വരുന്നുണ്ട്? എയർ ബാഗ് നമുക്ക് 4 എയർ ബാഗ്, ഫ്രണ്ടില് ബാക്കിൽ സീറ്റിൽ 2 എയർ ബാഗ് വരുന്നുണ്ട്. ടോട്ടൽ 4 എയർ ബാഗ്. പിന്നെ മിഡിൽ ഓപ്ഷൻ ആയതുകൊണ്ട് സിസ്റ്റം അടക്കം നമുക്ക് വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം, പിന്നെ AC, ബാക്ക് സൈഡിൽ AC, റിയർ സൈഡ് AC വരുന്നുണ്ട്. പിന്നെ പവർ വിൻഡോ എല്ലാം 4 പവർ, അത് നോർമൽ ആയിട്ട് എല്ലാത്തിനും വരുന്നുണ്ട്. പിന്നെ അതുപോലെ USB ചാർജിങ് സ്പോട്ട് ഉണ്ട്. വയർലെസ് ഇതില്ലല്ലോ? ഇല്ല, വയർലെസ്. പിന്നെ സ്റ്റാരിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, സീറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പം പിന്നെ വണ്ടി ചെറുതാണെങ്കിലും നമുക്ക് ഒരു സ്പേസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നല്ല സ്പേസ് ആണ്. കാലൊക്കെയായാലും കംഫർട്ടബിൾ ആണ്. കാലൊക്കെ മുട്ടില്ല. സാധാരണ എനിക്ക് കുറച്ച് 184 ഹൈറ്റ് ഉള്ള ആളാണ്. നോർമലി കാറൊക്കെ എനിക്ക് ഇവിടെ മുട്ടും. പക്ഷെ ഇത് കണ്ടില്ലേ, സ്പേസ് വളരെ കംഫർട്ടബിൾ യാത്രയാണ്. അതാണ് മെയിൻ ഇതിന്റെ ഫീച്ചേഴ്സ്. ഇതിന്റെ ഏകദേശം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്ക് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് വശങ്ങളൊക്കെ പറഞ്ഞു. ഇനി നെഗറ്റീവ് വശങ്ങൾ നമുക്ക് ഈ വണ്ടിയുടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. നെഗറ്റീവായിട്ട് മെയിൻ ആയിട്ട് എന്തെങ്കിലും? എനിക്ക് നെഗറ്റീവായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് മൈലേജിന്റെ നമുക്കറിയാലോ, ഹുണ്ടായിയുടെ വണ്ടി പൊതുവെ നമുക്ക് ചില വണ്ടികൾ മൈലേജ് ഭയങ്കര
ഷോർട്ടാണ്. പ്രത്യേകിച്ച് ഈ ദിവസം മൈലേജ് ചെറിയൊരു പ്രശ്നം നമുക്ക് Feel ഫീൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്. എത്ര ലോങ് പോകുന്ന സമയത്തും നമുക്ക് കമ്പനി 15-16 പറയുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടാറില്ല. ഏകദേശം 12-13 അത്രേ ഉള്ളൂ ചെറിയ വണ്ടിക്കാണെങ്കിൽ കിട്ടുന്നുള്ളൂ. അപ്പൊ ആ ഒരു പ്രശ്നം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ആളൊരു കംഫർട്ടബിൾ, നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് വളരെ കംഫർട്ടബിൾ, സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് എനിക്ക് തോന്നുന്നു ഹുണ്ടായിന്റെ നല്ല പിന്നെ സേഫ്റ്റി റേറ്റിംഗ് അല്ലോ. സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് വണ്ടി. അതെ. ഈ ഹുണ്ടായുടെ i20യും i10 നല്ല സേഫ്റ്റി ആണ് വണ്ടി. അപ്പൊ ഗൈസ്, ഇതുപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോ ആണ് വാഹനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്യുന്നത്. യൂസർ റിവ്യൂ ചെയ്യുന്നുണ്ട്, ഒരു വാഹനം ഉപയോഗിച്ചിട്ട് അവരുടെ റിവ്യൂ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും യൂസർ റിവ്യൂ പറയാൻ താല്പര്യമുള്ള വാഹനം ഉപയോഗിക്കുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നെ ബന്ധപ്പെടുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളുടെ റിവ്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താം. നിങ്ങൾ ഏതാണ് വണ്ടി ഉപയോഗിക്കുന്നത്, ഈ വണ്ടി നിലവിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.